another question. നമ്മൾ ലാസ്റ്റ് ഡേ ചെയ്യുന്ന അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ. A service station has both self-service and full-service islands. On each island, there is a single regular unleaded pump with 2 hoses. Let X denote the number of hoses being used on the self-service islands at a particular time, and Y denote the number of hoses on the full-service island in use at that time. The joint PM of X and Y appears in the as follows. അതായത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എക്സ് എന്താണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, വൈ എന്താണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ എക്സ് വൈ എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ കമ്പൈൻഡ് PDF തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻസ് ഇതാണ് കമ്പൈൻഡ് PDF. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 ആൻഡ് വൈ ഈക്വൽ ടു 1? ഇവിടെ എക്സിൻ്റെ പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത് ഇവിടെ നോക്കൂ. ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഇവിടെ എക്സ് വൈ എഴുതിയതാണ്. ഇതാണ് എക്സ്, ഇത് എക്സ്. എക്സ് മീൻസ് എക്സ് 0 1 2. എക്സിൻ്റെ പോസിബിൾ വാല്യൂ 0 1 2 ആൻഡ് വൈ വാല്യൂ 0 1 2. സെയിം തന്നെ. എക്സ് വൈ ടേക്സ് സെയിം വാല്യൂ 0 1 ആൻഡ് 2. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 ആൻഡ് വൈ ഈക്വൽ ടു 1. നമ്മൾ ജോയിന്റ് PDF ഡെഫിനേഷൻ പഠിച്ചിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് വൈ, സ്മോൾ ലെറ്റർ എക്സ് വൈ എന്ന് പറയുന്നത് probability of capital X takes the value small x and capital Y takes the value small y. അതേപോലെ ഇതിനെങ്ങനെ എഫ് ഓഫ് 1 1. എഫ് ഓഫ് 1 1 എന്ന് പറഞ്ഞാൽ എക്സ് 1 ആവുന്നു, വൈ 1 ആവുന്നു. അപ്പോൾ അതിൻ്റെ ആ പോയിന്റിൽ മാർക്ക് ചെയ്തിട്ടുള്ള വാല്യൂ എത്രയാണ്? 0.20. സിമ്പിളാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതൊന്നുമില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് വൺ, പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് y less than or equal to 1. x less than or equal to 1, y less than or equal to 1. അതിൽ നോക്ക്, എക്സിന്റെ പോസിബിൾ വാല്യൂ 0 1 2 ആണ്. x less than or equal to 1 means x can be either 0 or 1. രണ്ട് പോസിബിലിറ്റി ഉള്ളത്. ഇനി വൈയുടെ പോസിബിലിറ്റീസ് എന്തൊക്കെയാ? വൈയും 0 1 2 തന്നെ. അപ്പോൾ സെയിം 0 1. ഇതാണ് പോസിബിലിറ്റീസ്. either x equal to 0 or 1 and y equal to 0 or 1. ഇനി അതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് എന്ത് വരും? എക്സ് 0 ആവുമ്പോൾ എന്തൊക്കെയാവാം? ഒന്നെങ്കിൽ y 0 ആവാം, അല്ലെങ്കിൽ എക്സ് 0 ആവുമ്പോൾ കറസ്പോണ്ടിങ് y 1 ആവാം. ഇത് ഒരു പോസിബിലിറ്റിയാണ്. എക്സ് 0 ആവുമ്പോൾ y 0 ആവാം, y 1 ആവാം. ഇനി എക്സ് 1 ആവുന്ന കേസ്, എക്സ് 1 ആവുമ്പോൾ രണ്ട് പോസിബിലിറ്റി ഇതേപോലെ ഉണ്ടാവും. എക്സ് 1 ആവുന്നു, കറസ്പോണ്ടിങ് വൈ എന്തൊക്കെയാവാം? y 0 ആവാം, y 1 ആവാം. ഇത്രയും കേസസ് വരും. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 0 0 പ്ലസ് എഫ് ഓഫ് 0 1 പ്ലസ് എഫ് ഓഫ് 1 0 പ്ലസ് എഫ് ഓഫ് 1 1. ഇത് ടേബിൾ നോക്കാം. എഫ് ഓഫ് 0 0 എന്ന് പറഞ്ഞാൽ എന്താ? ഈ വാല്യൂ 0.10 പ്ലസ് എഫ് ഓഫ് 0 1. എഫ് ഓഫ് 0 1 എന്ന് പറഞ്ഞാൽ എക്സ് 0 ആവുമ്പോൾ വൈ 1 ആവുമ്പോൾ. അപ്പോൾ ഇതാണ് 0.04. ഇനി എഫ് ഓഫ് 1 0 മീൻസ് എക്സ് 1 വൈ 0. എക്സ് 1ഉം വൈ 0 ആകുമ്പോൾ 0.08. ഇനി എഫ് ഓഫ് 1 1 എക്സ് 1 വൈ 1 0.20. ഇത് ആഡ് ചെയ്തു. ഇനി ഒരു കാര്യം പറഞ്ഞത്, ഗിവ് എ വേർഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഇവന്റ് എക്സ് നോട്ട് ഈക്വൽ ടു 0 വൈ നോട്ട് ഈക്വൽ ടു 0. അതിൻ്റെ വേർഡ് ഡിസ്ക്രിപ്ഷൻ ആണ് പറയുന്നത്. എന്താണ് വേർഡ് ഡിസ്ക്രിപ്ഷൻ? ഇവിടെ എക്സ് എന്താ ഡിനോട്ട് ചെയ്യുന്നത്? നമ്പർ ഓഫ് ഹോസസ് ബീയിങ് യൂസ്ഡ് ഓൺ ദ സെൽഫ് സർവീസ് ഐലൻഡ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം. എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആ നമ്പർ നോട്ട് ഈക്വൽ ടു 0 എന്ന് ഇവിടെ വരുന്ന കേസസ് 1 or 2 ആണ്. ദാറ്റ് ഈസ് എയ്തർ 1 or 2 അങ്ങനെയുള്ള കേസസ് വരുന്നത്. അതായത് എക്സ് നോട്ട് ഈക്വൽ ടു 0 വൈ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. ദർ ഈസ് അറ്റ്ലീസ്റ്റ് 1 ഹോസ് ബീയിങ് യൂസ്ഡ് ഓൺ ബോത്ത് സെൽഫ് സർവീസ് ആൻഡ് ഫുൾ സർവീസ് ഐലൻഡ്സ്. അതൊന്ന് ജസ്റ്റ് എഴുതി വെക്കുക. അതായത് 0 അല്ല എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരെണ്ണെങ്കിലും ഉണ്ട് എന്നുള്ള മീനിങ് അല്ലേ? ദറ്റ് ഈസ് ഇങ്ങനെ എഴുതുക. ദറ്റ് ഈസ് ദർ ഈസ് അറ്റ്ലീസ്റ്റ് 1 ഹോസ് being used on self-service island and at least 1 used in
ഫുൾ സർവീസ് ഐലൻഡ്. അതിനെ കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഇനി അതിലെന്താ പറയുന്നത്? കമ്പ്യൂട്ട് ദ പ്രോബബിലിറ്റി ഓഫ് ദിസ് ഇവന്റ്. അതെന്താ? പ്രോബബിലിറ്റി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0, വൈ നോട്ട് ഈക്വൽ ടു 0. ഇതേപോലെ തന്നെ എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കേസ് ഉണ്ട്? എക്സ് 1 ആവാം, 2 ആവാം, അല്ലെങ്കിൽ വൈ 1 ആവാം, 2 ആവാം. ഇതിന്റെ പോസിബിലിറ്റീസ് എഴുതിയാൽ എഫ് ഓഫ് 1 1 പ്ലസ് എഫ് ഓഫ് 1 2 പ്ലസ് എഫ് ഓഫ് 2 1 പ്ലസ് എഫ് ഓഫ് 2 2. ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യണമെന്ന് നഷ്ടമൊന്നുമില്ല. നിങ്ങൾ കുറച്ച് ശീലിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക്. ഇനി അത് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂസ് നിങ്ങൾ നോക്കി എഴുതുക, ആഡ് ചെയ്ത് എഴുതുക. ഇനി അടുത്ത എന്താ പറയുന്നത്? കമ്പ്യൂട്ട് ദ മാർജിനൽ പി എം എഫ് ഓഫ് എക്സ് ആൻഡ് വൈ. മാർജിനൽ പി എം എഫ് എന്ന് പറഞ്ഞാൽ എന്താ? മാർജിനൽ പി ഡി എഫ് ഓഫ് എക്സ്, പി എം എഫ് ഓഫ് എക്സ്, അതായത് എഫ് എക്സ് ഓഫ് എക്സ് ആണ് ഫസ്റ്റ്. എഫ് എക്സ് ഓഫ് എക്സ് വേണമെങ്കിൽ എക്സ് വേണം, കറസ്പോണ്ടിങ് എഫ് എക്സ് ഓഫ് എക്സ് വാല്യൂസ് വേണം, ടേബിളായിട്ട് എഴുതുക. എക്സിന്റെ പോസിബിൾ വാല്യൂ 0 ആണ്, 1 ആണ്, 2 ആണ്. എക്സ് 0 വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു എക്സിന് പാരലായിട്ട് നേരെ പാരലായിട്ടാണ് നമ്മൾ എഫ് എക്സ് എഴുതുക. അതായത് ഈ ഫസ്റ്റ് റോ ആഡ് ചെയ്താൽ എഫ് എക്സ് ഓഫ് 0 കിട്ടും, സെക്കൻഡ് ആഡ് ചെയ്താൽ എഫ് എക്സ് ഓഫ് 1, തേർഡ് ആഡ് ചെയ്താൽ എഫ് എക്സ് ഓഫ് 2. ഞാൻ ഡയറക്റ്റ് പറയാൻ കാരണം നേരത്തെ പ്രോബ്ലത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണിത്. അപ്പോൾ ഫസ്റ്റ് എന്താ വാല്യൂ വരുന്നത്? 0.10 പ്ലസ് 0.04 പ്ലസ് 0.02. അപ്പം എന്ത് വരും? 0.16. അടുത്തത് 0.34. നെക്സ്റ്റ് 0.5. ഇത്രയും വരും. അതിനുശേഷം അടുത്തത് ഏതാ? മാർജിനൽ പി എം എഫ് ഓഫ് എക്സ് ആയി. ഇനി മാർജിനൽ പി എം എഫ് ഓഫ് വൈ ഓർ എഫ് വൈ ഓഫ് വൈ ആണ്. അവിടെ നോക്കാം വൈ വാല്യൂസ് കറസ്പോണ്ടിങ് എഫ് വൈ ഓഫ് വൈ. വൈയുടെ പോസിബിൾ വാല്യൂ 0 1 2 ആണ്. അതേപോലെ എന്ത് ചെയ്യാൻ? നേരത്തെ റോ വൈസ് ആഡ് ചെയ്ത് ഇനി കോളം വൈസ് ആഡ് ചെയ്ത്. കോളം വൈസ് ആഡ് ചെയ്യാൻ കാരണം ഈ കോളത്തിൽ തന്നത് വൈ വാല്യൂ ആണ്. ഫസ്റ്റ് കോളം 0 1, അതുകൊണ്ടാണ് അങ്ങനെ. നേരെ ഇനി റിവേഴ്സ് ആണ് തന്നിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ എഴുതണം. അപ്പൊ എഫ് വൈ ഓഫ് വൈ ആണ് ഫസ്റ്റ് ഈ കോളം ആഡ് ചെയ്യുക. അപ്പൊ അതൊരു 0.24. നെക്സ്റ്റ് 0.38. നെക്സ്റ്റ് 0.38. ഒന്ന് ജസ്റ്റ് വെരിഫൈ ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഇതൊക്കെ ആഡ് ചെയ്താൽ 1 കിട്ടണം. ഈ 0.16 0.34 0.5 ആഡ് ചെയ്താൽ 1 കിട്ടും. കാരണം അതൊരു PDF ആണ്. ഇത് ആഡ് ചെയ്താൽ 1 കിട്ടും. ഇനിയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻറ്റ്. ആർ എക്സ് ആൻഡ് വൈ ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾ? ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിക്കണം. എക്സ് ആൻഡ് വൈ വി ഹാവ് ടു ചെക്ക് വെദർ എക്സ് ആൻഡ് വൈ ഇൻഡിപെൻഡന്റ്. എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ് ഇഫ് നമ്മുടെ കണ്ടീഷൻ എന്താ? ഇൻഡിപെൻഡന്റ് ആവാൻ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇഫ് f of xy, that is joint PDF, is equal to product of marginal PDF fx of x. അതായത് നമുക്ക് ഇവിടെ എക്സ് വൈസ് നമുക്ക് കുറേ വാല്യൂസ് ഉണ്ട്. ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട് ഓരോ കേസിലും ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഫസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം. എഫ് ഓഫ് 0 0, എഫ് ഓഫ് 0, എക്സിന് പകരം 0, വൈക്ക് പകരം 0. എഫ് ഓഫ് 0 0 എത്രയായിരുന്നു? ഐ തിങ്ക് ഇറ്റ് ഇസ് 0.1 അല്ലെ? 0.1. എഫ് ഓഫ് 0 0 എന്ന് പറയുന്നത് 0.1 ആണ്. ഇനി ഇത് ഏതിന് ഈക്വൽ ആവണമെന്ന് വെച്ചാൽ എഫ് എക്സ് ഓഫ് 0, അതായത് എഫ് ഓഫ് 0 0, അപ്പോൾ എഫ് എക്സ് ഓഫ് 0 എഫ് വൈ ഓഫ് 0. എഫ് എക്സ് ഓഫ് 0 ഇൻറ്റു എഫ് വൈ ഓഫ് 0 എന്ത് വരും? എഫ് എക്സ് ഓഫ് 0 0.16 ഇൻറ്റു എഫ് വൈ ഓഫ് 0 0.24. അത് ക്ലിയർ ആണ്. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് 0 0. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 0.0384 അങ്ങനെ വരും. അപ്പോൾ ദാറ്റ് ഈസ് എഫ് ഓഫ് 0 0 നോട്ട് ഈക്വൽ ടു എഫ് എക്സ് ഓഫ് 0 ഇൻറ്റു എഫ് വൈ ഓഫ് 0. Therefore, the given function, therefore the random variables x and y are not independent, or they are dependent. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് കേസിൽ തന്നെ നമുക്ക് നോട്ട് ഈക്വൽ കിട്ടി. സപ്പോസ് എഫ് ഓഫ് 0 0 ഈക്വൽ ടു എഫ് എക്സ് ഓഫ് 0 ഇൻറ്റു എഫ് വൈ ഓഫ് 0 കിട്ടി.
അപ്പോൾ തന്നെ ഇൻഡിപെൻഡന്റ് ആണെന്ന് എഴുതരുത്. അപ്പോൾ ഇനി എന്ത് വേണം? അത് ഓക്കെ ആണെങ്കിൽ അടുത്ത വാല്യൂ നോക്കുക. f(0)(1). f(0)(1) എങ്ങനെയാ നോക്കുക? fx(0) ഇൻറ്റു fy(1) ഈക്വൽ ആണ്. അടുത്തത് f(0)(2). അത് ഏതിന് ഈക്വൽ ആണോ നോക്കണം? fx(0) ഇൻറ്റു fy(2). ഇങ്ങനെ ഓരോന്നും ചെക്ക് ചെയ്യണം. ഇങ്ങനെ കംപ്ലീറ്റ് കേസിൽ ട്രൂ ആണെങ്കിൽ ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ്. അതായത് ഫസ്റ്റ് ടു ലാസ്റ്റ്, ചിലപ്പോൾ ലാസ്റ്റ് കേസിലായിരിക്കും അത് കറക്റ്റ് ആവാത്തത്. പക്ഷെ അത് റോങ് ആണെന്ന് പറയുന്നത് ഒരിടത്ത് റോങ് ആണെന്ന് പറഞ്ഞാൽ മതി അല്ലേ. ഈ ഒരു പോയിന്റിൽ ഹോൾഡ് ചെയ്യാത്തതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ദേ ആർ നോട്ട് ഇൻഡിപെൻഡന്റ് എന്ന് പറയാം. ഓക്കെ, നല്ലപോലെ ശ്രദ്ധിച്ച് ചെയ്യുക. ഇതിൽ ഈ ഒരു കാര്യം മാത്രമേ പുതുതായിട്ടുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ തന്നെ. ഓക്കെ.